പൈനാപ്പിൾ കിച്ചടി അല്ലെങ്കിൽ പച്ചടി വയ്ക്കാനായിട്ട് കുറച്ച് പൈനാപ്പിൾ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ പൈനാപ്പിളിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പച്ചമുളകും 3-4-5 പച്ചമുളകും അല്പം ഇഞ്ചിയും കൂടെ ചേർത്ത് അരിഞ്ഞ് ഒരു പാത്രത്തിലാക്കിയിട്ട് ഒന്ന് വേവിക്കാനായിട്ട് നമുക്ക് വയ്ക്കാം. അതിന് മുമ്പായിട്ട് മഞ്ഞ കിച്ചടിയോ പച്ചടിയോ വേണമെന്നുണ്ടെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക, ഓപ്ഷനിലാണ്. അല്ല വെള്ളം മതിയെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇച്ചിരി ഉപ്പും ഒരു 3/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചല്ല, ഒന്ന് വേവിച്ചെടുക്കാം. 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഗ്യാസിൽ വെച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ലവണ്ണം തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു മുറി തേങ്ങ ഒന്ന് ചിരകിയെടുക്കുക. അത് ഫൈനായിട്ട് ഒന്ന് അരച്ച് വയ്ക്കാം. ഈ പൈനാപ്പിൾ വേവുന്ന സമയത്തിന് നമുക്ക് തേങ്ങയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ നല്ലവണ്ണം വെന്തിട്ടുണ്ട്, എന്നാലും കുറച്ച് വെള്ളം കിടപ്പുണ്ട്. അപ്പോൾ തുറന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം ഒരുപാട് വറ്റണ്ട, എന്നാൽ ഒരുപാട് വെള്ളവും വേണ്ട, എങ്കിൽ കിച്ചടി വെള്ളമായി പോവും. 1 മിനിറ്റ് ഒന്ന് അടച്ചിടേണ്ട ആവശ്യവുമില്ല, എന്നാലും വേണമെങ്കിൽ ഒന്ന് അടച്ചിടാം. ഇതാണ്ടോ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. ഇത് മതി, ഇങ്ങനെ മതി. ഇതാണ്ടോ വെള്ളം നല്ലവണ്ണം വറ്റിയിട്ടുണ്ട്. ഇനി അരച്ച് വച്ചിരുന്ന അരപ്പ്, അതായത് തേങ്ങ ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്, അതൊന്ന് ഇതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. കാരണം ഇതിൻ്റെ ചൂടിൽ തന്നെ തേങ്ങയും ഒന്ന് ചൂടായി കിട്ടും. ഒരുപാട് തിളയ്ക്കണ്ട, തിളച്ചാൽ തേങ്ങ പിരിഞ്ഞു പോവും. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു 3/4 പാത്രം തൈര് ഒന്ന് ഒഴിച്ചിട്ടുണ്ട്, അതും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോഴൊന്നും തീ വേണ്ട, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഈ ചൂടിൽ തന്നെ, ഇല്ലെങ്കിൽ തൈരും തേങ്ങയും എല്ലാം പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോയാൽ കറിക്ക് ടേസ്റ്റ് കുറവായിരിക്കും. ഇതാണ്ടോ ഇത് മതി. നല്ല കട്ടിയുണ്ട്, എന്നാൽ അധികം വെള്ളവും അല്ല. അങ്ങനത്തെ രീതിയിൽ വേണം നമുക്ക് ഈ കിച്ചടി അല്ലെങ്കിൽ പച്ചടി വയ്ക്കാൻ. നമുക്കിതിനെ അടച്ച് മാറ്റി വെച്ചിട്ട് കടു താളിപ്പാണ് ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ള സാധനം. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയം ഒരു 3-4 വറ്റൽ മുളക് ഒന്നിടാം. ഇതൊന്ന് പൊട്ടി വരട്ടെ. കടുക് നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം വേണം വറ്റൽ മുളക് ഇടാനായിട്ട്. വറ്റൽ മുളകിൻ്റെ കൂടെ തന്നെ ഒരു 2 കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇടാം. വറ്റൽ മുളകിൻ്റെ കൂടെ തന്നെ ഉള്ളിയും കൂടെ ഇട്ട് ബ്രൗൺ നിറം ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ബ്രൗൺ നിറമാണ്, ഉള്ളി നല്ലവണ്ണം ബ്രൗൺ നിറമാകണം. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടാം. ഉള്ളിയൊക്കെ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് താളിച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വച്ചതിന് ശേഷം, എണ്ണ തിളച്ചിരിക്കുന്നതല്ലേ, അത് അതിലൊഴിക്കേണ്ട. ഒരു 2 മിനിറ്റ് ഒന്ന് ഓഫ് ചെയ്ത് വച്ചതിന് ശേഷം ഈ പച്ചടിയിലോട്ടൊന്ന് ഒഴിക്കാം. ഒഴിച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചിടാം. 2 മിനിറ്റ് അല്ല, ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ചിടാം. ഉടനെ തന്നെ ഒഴിച്ചാൽ ഉടനെ തന്നെ മിക്സ് ചെയ്യരുത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലവണ്ണം എണ്ണയൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ വേണമെങ്കിൽ പഞ്ചസാര ഇടാം, ഓപ്ഷനിലാണ്. പൈനാപ്പിൾ നല്ല മധുരം ഉള്ളതാണെങ്കിൽ പഞ്ചസാര ഇടണ്ട, അല്ല മധുരം കുറവുള്ളതാണെങ്കിൽ ഒരല്പം പഞ്ചസാര കൂടെ ഇട്ട് നമുക്ക് പച്ചടി ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക.